ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നക്ഷത്ര കുർബീസ്. അപ്പോൾ ഇന്നൊരു സ്ട്രൈക്ക് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് റൊട്ടീൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി വന്നതിന് ശേഷമായിരുന്നു ഒടുക്കത്തെ വിശപ്പ് കേട്ടോ. അങ്ങനെ ലഞ്ചൊന്നും സ്കൂളിൽ നിന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ വന്നതിന് ശേഷം ലഞ്ച് ബോക്സ് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വേഗം കഴിക്കാൻ പറ്റി കേട്ടോ. കൂടാതെ ഇന്ന് മിഡ് ടേം എക്സാം ആയിരുന്നു. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ കഴിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് ഋത്തുമോള് ഫ്രഷായി വന്ന് ലഞ്ച് ബോക്സ് ഒക്കെ തുറന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കഴിച്ചതിന് ശേഷം കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. അതിനുശേഷം വേഗം ഹോംവർക്ക് ഒക്കെ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഋത്തുമോൾ എന്താ ചോദിച്ചപ്പോൾ അവൾക്കും അവളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. ആ സമയത്തായിരുന്നു അമ്മ വന്നിട്ട് സ്കൂളിലത്തെ വിശേഷവും മിഡ് ടേം എക്സാമും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത്. അമ്മയുടെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ കളിച്ചും ചിരിച്ചും വർത്താനം പറയുന്നത്. അതിനുശേഷം വേഗം എഴുതി തീർക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. ഞാൻ എഴുതിയിട്ടും തീരണ്ടേ, എന്താ ചെയ്യുക. കൂടാതെ നമ്മളല്ലാതെ നമ്മളെ ഹോംവർക്ക് ഒക്കെ ആരാ ചെയ്യുക. ഇത് മുമ്പേ കുറെ ഹോംവർക്ക് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഋത്തുവിൻ്റെ മുഖം കാണാൻ ഫണ്ണി ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ കടിച്ച പൂവിൻ്റെ തലയിൽ മുളച്ച് കണ്ടോ. അങ്ങനെ മോട്ടും ഏതോ ഒരു മുത്തശ്ശനെയും വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഞാനും ഒരു ഫേസ് മാസ്കും തമ്മിലുള്ള യുദ്ധം നടന്നത്. ഫേസ് മാസ്ക് തീർക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അറിയോ. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഋതു വാശി പിടിച്ചത്. അവളുടെ വാശി കാരണം ഞാൻ ശരിക്കും ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സീരിയസ് മുഖമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ സത്യം അറിയാലോ, എനിക്ക് ഈ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ആർട്ട് എഡ്യൂക്കേഷൻ്റെ മിസ് തന്നൊരു വർക്കായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന വർക്കായിരുന്നു. പക്ഷെ എക്സാം ആയതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇന്ന് സ്ട്രൈക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ വേഗം ഇരുന്ന് ചെയ്തതായിരുന്നു. സാധാരണ രാജാക്കന്മാരുടെ ഡൈനിങ് ഹാളിൽ കുറേ പലതരത്തിലുള്ള മധുരങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടേബിളിൽ നിറച്ചും ബുക്സും A4 ഷീറ്റ്സും കളർ പേപ്പേഴ്സും ക്രാഫ്റ്റ് പേപ്പേഴ്സും ആയിരിക്കും. അങ്ങനെ ഞാൻ നേരത്തെ വിട്ടുവെച്ച കാര്യം പറഞ്ഞില്ലല്ലോ. ഋത്തുമക്കൾ വാശി പിടിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇരുന്ന് ചെയ്യാണ് കേട്ടോ അവള്. പിന്നെ ഇതായിരുന്നു എനിക്ക് വേണ്ട സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ മുമ്പേ ചെയ്തു വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫൈനൽ ലുക്ക് കാണണ്ടേ. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊന്ന് റേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും അവൾ ഇതേ കോഴി ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ ഒപ്പം എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണാം.